ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM. MMMN, അതായത് നമ്മുടെ മമ്മൂട്ടി, മഹേഷ് നാരായണൻ, മോഹൻലാൽ തുടങ്ങിയവർക്ക് ഒരുമിക്കുന്ന സിനിമ, എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. ദ റെഗുലർ ഷൂട്ട് ഓഫ് MMMN ഈസ് എക്സ്പെക്ടഡ് ടു ബി റാപ്ഡ് ബൈ മെയ്യിൽ അതിന്റെ ഷൂട്ട് ഏകദേശം കഴിയും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ്, മമ്മൂട്ടി വിൽ ജോയിൻ ഇൻ നിതീഷ് സഹദേവ് മൂവി. ഇതിനുശേഷം നിതീഷ് സഹദേവ് മൂവിയിൽ അദ്ദേഹം ജോയിൻ ചെയ്യും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ടാമതേലേക്ക് വരികയാണെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ദിലീപേട്ടന്റെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആവും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന സിനിമയാണ്. ധ്യാനൊക്കെ ഇതിൽ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ് സ്റ്റാറിംഗ് പ്രിൻസ് ആൻഡ് ഫാമിലി പ്ലാനിങ് ടു റിലീസ് ഓൺ 25th April. ഏപ്രിൽ 27 റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഏപ്രിൽ തന്നെ റിലീസ് ചെയ്യുന്നുള്ളത് നമ്മൾ മുമ്പേ അറിഞ്ഞാണ്. എന്തായാലും ഡേറ്റ് വന്നിരുന്നില്ല. ഇപ്പോഴും കൺഫേം ആയിട്ടുള്ള ഒഫീഷ്യൽ ഡേറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ 25 ഓൾമോസ്റ്റ് ഏകദേശം അങ്ങനെ തന്നെ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏറെക്കുറെ ഇങ്ങനെ വരുന്ന വാർത്തകൾ ശരിയാവാറുമുണ്ട്. ഇനി എന്തായാലും ചത്ത പച്ച ഈ വന്നിട്ടുള്ള നമ്മുടെ പുള്ളിക്കാരന്റെ പേരെന്താണേ, അർജുൻ അശോകൻ നായകനായിട്ട് വരുന്ന സിനിമ. ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും WWE പ്രചോദനമായിട്ടാണ് വരുന്നത്. മലയാളത്തിലെ പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിലേക്കാണ് വാർത്തകൾ കേൾക്കുന്നത്. ലോകപ്രശസ്തമായ WWE അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മലയാളത്തിൽ ഒരുക്കാൻ പോകുന്ന പാൻ ഇന്ത്യൻ റെസ്ലിംഗ് ആക്ഷൻ കോമഡി എന്റർടൈനറാണ് ചത്ത പച്ച, റിംഗ് ഓഫ് റൗഡീസ്. ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് WWE സ്റ്റൈൽ റെസ്ലിംഗ് ക്ലബും അവിടെ എത്തുന്ന കഥാപാത്രങ്ങളും അടിസ്ഥാനമാക്കി ഒരുക്കുന്നത് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് ആണ്. കൊള്ളാം. അപ്പോ ഒറിജിനൽ സംഭവം അല്ല, അതായത് കൊച്ചിയിൽ നടക്കുന്ന അവിടുത്തെ ഒരു ക്ലബ്ബ്, ആ ക്ലബ്ബിൽ നടത്തുന്ന ഒരു മത്സരം, അത് WWE സ്റ്റൈലിലാണ് നടത്തി വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എന്ന രീതിയിലാണ് സിനിമ വരുന്നത്. കുറെ ആളുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ പെപ്പയുടെ ചിത്രമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു ഇന്റർനാഷണൽ മാച്ച് പ്ലാൻ ചെയ്തിട്ട് വരുന്ന രീതിയിലല്ല. എന്നാൽ ഈ ആ ഒരു നാടും അതിന്റെ സ്റ്റൈലും അവിടുത്തെ കുറച്ച് ആളുകളൊക്കെ ഉൾപ്പെടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ട്രെയിലറിൽ വില്ലനെ കാണാം. എമ്പുരാൻ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടർ. അത് വില്ലനാണെന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് വിചാരിച്ചാണ്. വില്ലനാണെന്നും പറയാൻ പറ്റില്ല. എന്നാൽ അയാളെ ട്രെയിലറിൽ കാണാം എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത കേൾക്കുന്നത്. എമ്പുരാന്റെ ട്രെയിലർ സെൻസറിങ് പൂർത്തിയായിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ ട്രെയിലറിന്റെ സെൻസറിങ് പൂർത്തിയായി എന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. 3 മിനിറ്റ് 51 ആണ് ട്രെയിലർ ദൈർഘ്യം. 3 മിനിറ്റ് 51. 4 മിനിറ്റ് നേരൊക്കെ ട്രെയിലർ വേണം. 2-2.5 മിനിറ്റിലൊക്കെ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അത്രയൊക്കെ തരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്തായാലും അത്ര ദൈർഘ്യമുണ്ട്. നേരത്തെ സിനിമയുടെ സെൻസറിങ് പൂർത്തിയായ റിപ്പോർട്ടുകളും എത്തിയിരുന്നു. 3 മണിക്കൂർ റൺ ടൈം ഉള്ള സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. ട്രെയിലറിൽ തിരിഞ്ഞു നിൽക്കുന്ന ആ ഹിഡൻ പേഴ്സൺ ആയിട്ടുള്ള വില്ലനെ കൂടി കാണാം എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അയാൾ വില്ലനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പ്രധാനപ്പെട്ട ആയിരിക്കാം, മേ ബി വില്ലനുമായിരിക്കാം. എന്തായാലും അയാളെ ഇതിൽ കാണാമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊരു ആളുകളുടെ അല്ലെങ്കിൽ അഭ്യൂഹം പരത്തപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അല്ലാതെ അയാൾ അങ്ങനെ കാണിക്കാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുള്ള ആളുടെ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ തോക്ക് എടുക്കണതോ അയാളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവമോ എന്തുമായിക്കൊള്ളട്ടെ. അതല്ലാതെ ഇനി അത് പറഞ്ഞത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ട്. എമ്പുരാൻ കാണാൻ പോയാൽ മമ്മൂട്ടിയെയും കാണാം, ത്രില്ലടിച്ച ആരാധകർ. ഇത് ഭയങ്കരമായിട്ട് കുറെ ആളുകൾ എനിക്ക് ഇൻസ്റ്റയിലടക്കം മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്. സംഭവം വേറെ ഒന്നുമല്ല. ഇതിൽ മമ്മൂക്ക ഉണ്ട്, നമുക്ക് പറഞ്ഞൂടെ, പറയാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡോൺലിയെ പറഞ്ഞാൽ നമുക്ക് മമ്മൂക്കനെയും പറയാം, മമ്മൂക്കനെ പറഞ്ഞാൽ നമുക്ക് ഡോൺലിയെയും പറയാം, ആരെയും പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല, ബസൂക്കയുടെ ട്രെയിലർ ഈ എമ്പുരാന്റെ കൂടെ കാണിക്കും എന്നുള്ളതാണ്. മോഹൻലാലിന്റെ എമ്പുരാൻ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്ക. ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ബസൂക്ക. ഏപ്രിൽ 10 ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്. ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് മാർച്ച് 26 ദുബായിൽ വെച്ച് നടക്കുമെന്നാണ് ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അത് മാത്രമല്ല ആരാധകരെ കാത്തിരിക്കുന്നത്, മാർച്ച് 27 റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനോടൊപ്പം ബസൂക്കയുടെ ട്രെയിലർ കാണിക്കും എന്നുള്ളതാണ്. ഇന്റർവെല്ലായിരിക്കാം, ഇല്ലെങ്കിൽ തുടക്കത്തിലായിരിക്കാം, എന്തും ആയിക്കോളട്ടെ. ഇത്രയുള്ള സംഭവം. അല്ലാതെ മമ്മൂക്ക ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടില്ല. അത് നമ്മളെല്ലാവരും ആഗ്രഹം പറഞ്ഞ പോലെ, ഇപ്പൊ ഡോൺലിയെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മമ്മൂക്ക ഉണ്ട് എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ സിനിമ വരുമ്പോൾ ഉണ്ടെങ്കിൽ അത് പൊളി തന്നെ ആയിരിക്കും, അത് വേറെ കാര്യം. ഇനി ഇതെല്ലാം നമുക്ക് പറയാനുള്ളത് തുമ്പാദ് എന്ന് പറഞ്ഞ ചിത്രം ഒരു പ്രതീക്ഷയില്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയി വെറുതെ ഇരുന്ന് കണ്ട് ഞെട്ടിയുള്ള സിനിമയാണ്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഗംഭീര, ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നും തന്നെ പറയാം. അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യ പടത്തിലെ നിർമ്മാതാക്കളെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇന്ന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നത് 100 കോടി ബജറ്റിൽ എന്നാണ് കേൾക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും
എന്ന് റിപ്പോർട്ട്. ബോളിവുഡിലെ ഒരു പ്രമുഖ നിർമ്മാണ കമ്പനി തുമ്പാദിന്റെ 2ാം ഭാഗം നിർമ്മിക്കാൻ 100 കോടി അനുവദിച്ചു എന്ന് റിപ്പോർട്ട്. 15 കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം 2018 ആദ്യമായി റിലീസ് ചെയ്തപ്പോൾ 12 കോടിയാണ് നേടിയിരുന്നത്. പിന്നീട് ചിത്രം റിലീസ് ചെയ്തപ്പോൾ 38 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും വാരി കൂട്ടിയത്. അതായത് 15 കോടിക്ക് അല്ലെങ്കിൽ 15 കോടി അല്ലേ, അതെ 15 കോടിക്ക് നിർമ്മിച്ച ചിത്രം 12 കോടിയുടെ 3 കോടി നഷ്ടമായിരുന്നു. അതല്ലാതെ അതിന്റെ പുറകിൽ വന്നിട്ടുള്ള മറ്റു നഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷെ റിലീസ് ചെയ്ത് 38 കോടി നേടിയപ്പോൾ അതങ്ങ് നികത്തി കിട്ടി. പക്ഷെ ഇപ്പോ ഇന്ന് തുമ്പാദ് അത്ര ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്, അത്ര മൗത്ത് പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. കണ്ട ആളുകളൊക്കെ അത് പല ആളുകളെയും കാണിപ്പിക്കുകയും അതിനെക്കുറിച്ച് വാദത്തോടെ സംസാരിക്കുകയും ചെയ്യും, ഇപ്പൊ ഞാൻ പറയുന്ന പോലെ. അപ്പോ ആ സിനിമയ്ക്ക് 100 കോടി ബജറ്റിൽ ഇനി ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും ചിത്രം വിജയിക്കുന്നത് മാത്രമല്ല എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യും. അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം ഞാനൊക്കെ എന്തായാലും അത് ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. അത്ര ഗംഭീരമായ സിനിമയാണ് തുമ്പാദ് 1. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇനി കാണാൻ ശ്രമിക്കുക. അത്ര മികച്ച സിനിമ. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം തന്നെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ.